ആർഎസ്എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ എഡിജിപി എം.ആർ. അജിത് കുമാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. ദേശീയ നേതാക്കളെ മാത്രമല്ല, സംസ്ഥാന ആർഎസ്എസ് നേതാക്കളെയും എഡിജിപി കണ്ടുവെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. വയനാട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് ആർഎസ്എസ് നേതാവ് വത്സൻ തില്ലങ്കേരി സ്ഥിരീകരിച്ചു. ദേശീയ നേതാക്കളെ കണ്ടത് പരിചയപ്പെടാനാണെന്നും രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ബന്ധങ്ങൾ ഗുണകരമാകുമെന്നുമാണ് എം.ആർ. അജിത് കുമാർ ഡിജിപിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച കൂടി പുറത്തുവരുന്നത്. എം.ആർ. അജിത് കുമാറുമായി കൽപ്പറ്റയിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് വത്സൻ തില്ലങ്കേരി സ്ഥിരീകരിച്ചു. കൂടിക്കാഴ്ച 4 മിനിറ്റ് മാത്രം. വയനാട്ടിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആംബുലൻസുകൾ പോലീസ് തടയുന്നത് ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നു സന്ദർശനമെന്നും വത്സൻ തില്ലങ്കേരി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് വരുന്ന ആരോഗ്യ പ്രവർത്തകരും വഹിച്ചു വരുന്ന ആംബുലൻസുകൾ പോലീസുകാർ തടഞ്ഞു വെച്ച ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ 4 മിനിറ്റ് നേരം അദ്ദേഹമായിട്ട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, ആ സമയത്ത് കളക്ടറെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ആലോചിച്ചിട്ട് അന്വേഷിച്ചിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെ ജോലി ആർഎസ്എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതാണോ എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എഡിജിപിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല. എഡിജിപി ലോ ആൻഡ് ഓർഡറിന്റെ ജോലി ഇതാണോ? ആർഎസ്എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ? ആ എഡിജിപി ലോ ആൻഡ് ഓർഡറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ സ്വരം സംഘപരിവാറിന്റെ സ്വരമായി മാറുന്നു. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെയും UDF-നെയും തകർക്കാൻ BJP-യുമായി രഹസ്യവും പരസ്യവുമായ കൂട്ടുകെട്ടാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. എഡിജിപി വത്സൻ തില്ലങ്കേരി ചർച്ച നടന്നുവെന്ന് CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബുവും പറഞ്ഞു. ഞങ്ങളുടെ അന്വേഷണത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 4-ാം തീയതി കൽപ്പറ്റയിലെ ഓഷ്യൻ ഇന്റർനാഷണൽ വെച്ചിട്ട് എഡിജിപിയും വത്സൻ തില്ലങ്കേരിയോട് ചർച്ച നടന്നുവെന്നാണ് ഞങ്ങളുടെ അന്വേഷണം അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ വിഷയം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. ആ അന്വേഷണം നടത്തേണ്ടത് ആരാണ്? സംസ്ഥാന ഗവൺമെൻറ്റാണ്. എനിക്ക് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്താനേ പറ്റുള്ളൂ. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആർഎസ്എസ് നേതാക്കളുമായി ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള എഡിജിപി നിരന്തരം കൂടിക്കാഴ്ച നടത്തിയെന്ന് വ്യക്തമാവുകയാണ്. എഡിജിപിയുടെ വിവാദ കൂടിക്കാഴ്ചയടക്കം അന്വേഷിക്കുന്ന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ എഡിജിപിക്കെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.